യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ജേക്കബ് ജോർജ് അല്ലേ ജേക്കബ് തോമസ് മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണല്ലോ. ജേക്കബ് തോമസ് ഒരു കാലത്തുണ്ടാക്കിയിരുന്ന കോലാഹലം, ഓരോ വിഷയത്തിലും കേസുകൾ പോയി ഓരോരുത്തർക്കെതിരെ കേസെടുക്കുന്ന രീതി, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ ആ ഒരു രീതി ഇദ്ദേഹത്തിൽ പാർട്ടി കാണുന്നില്ല, സർക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വീകാര്യനല്ല. സ്വാഭാവികമായും സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് മുന്നോട്ട് പോകാൻ സർക്കാരുമായി എന്നതിലപ്പുറം മുഖ്യമന്ത്രിയുമായി ചേർന്ന് പോകുന്ന ഒരു ഉദ്യോഗസ്ഥരെ മാത്രമേ പോലീസ് മേധാവിയാക്കുകയുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ഒരാളായിട്ട് അവിടെ മാറുകയാണ്. നേരത്തെയും പല ചുമതലകൾ, ക്രമസമാധാനത്തിൻ്റെ ചുമതലയടക്കം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടെന്ന് 2 ആഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അതിലെ സാങ്കേതികത്വം. അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ അതേ വഴിയുള്ളൂ. പക്ഷേ പി ജയരാജൻ അത് ഓർമ്മിപ്പിക്കുമ്പോൾ ഈ പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ്? ഈ കാര്യത്തിൽ വെടിവെപ്പിന് തുനിയണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകി. ആ ഉത്തരവ് ASP അവിടെ നടപ്പാക്കുകയാണ് ചെയ്തത്. സംഭവത്തിന് 2 ദിവസം മുൻപ് മാത്രം ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ് എന്നതാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റിവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് പറഞ്ഞത്. അത് 97 ജൂലൈ 4 കൊടുത്ത റിപ്പോർട്ടാണ്.